എല്ലാ മാന്യപ്രേക്ഷകർക്കും BTV ന്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷയം ഇതാണ്. റാണിപുരം നിങ്ങൾക്കറിയാം വളരെ മനോഹരമായൊരു സ്ഥലമാണ്. എൻ്റെ നാട്ടിൽ വളരെ അടുത്ത് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. വീക്കെൻഡുകളിൽ ഏകദേശം 3500ഓളം ആളുകൾ ഇവിടെ ടിക്കറ്റ് എടുത്ത് ഈ ഒരു വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇത് DTPCയുടെ ഒരു റിസോർട്ടാണ്. ഈ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ഥാപനം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളോളമായി. അപ്പോൾ വലിയ ഭീമമായ ഒരു തുക റിനോവേഷന് വേണ്ടി ഇവിടെ ചിലവാക്കിയെന്നും അധികാരികൾ അവകാശപ്പെടുന്നുണ്ട്. BTV ന്യൂസിൻ്റെ റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ ഞാൻ നോക്കിക്കാണുമ്പോഴും അതിൽ ആ പറയുന്ന രീതിയിലുള്ളൊരു വ്യക്തത കാര്യങ്ങൾക്ക് കാണുന്നില്ല. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പിൻഭാഗങ്ങൾ നോക്കാം. ഒരു റിസോർട്ടിൻ്റെ ഒരു പിന്നോമ്പുറത്തുള്ള കാഴ്ചകൾ ഇത്തരത്തിലല്ല. അത് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ വലിയ ഹ്യൂജായിട്ടുള്ളൊരു റിനോവേഷന് വേണ്ടി ഒരുപാട് നാൾ അടച്ചിട്ട് സമയം കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഈ രീതിയിൽ കാണാൻ പാടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ആവശ്യക്കാർക്ക് ലീസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലേലം വരെ നടന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നോക്കുക, ഇതിൻ്റെ ഒരു സൈഡിൽ പഴയ റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒരു തുക മുടക്കി ഒരു റിനോവേഷൻ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പില്ലറിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ടൈലിട്ടതിൻ്റെ എഡ്ജസ് കാര്യങ്ങൾ നോക്കുക. സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യങ്ങളുണ്ടോ? ലക്ഷങ്ങൾ മുടക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു സ്വിമ്മിംഗ് പൂൾ നമ്മൾ പണിയുന്നത്. ആ ഭാഗത്ത് കുഴി, അതിൽ കവറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് ലീസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ സ്വീകരിച്ചത് DTPC എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വ്യക്തതയും വന്നിട്ടില്ല. ഇവിടെ കുടിവെള്ളം ഇപ്പം നിലവിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ പാർട്ടായിട്ടുള്ള മെറ്റീരിയലാണോ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടുന്നില്ല. നോക്കൂ, ഈ ഐമാക്സ് ലൈറ്റിൻ്റെ ഒരവസ്ഥ ഉണ്ടോ? ഇതിനകത്ത് ഈ പറയുന്ന രീതിയിലുള്ളൊരു എമൗണ്ട് ചിലവാക്കി ഏത് രീതിയിൽ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത മനസ്സിലായിട്ടില്ല. നമുക്കിന്ന് അതിനുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിവരാവകാശ നിയമപ്രകാരം അതിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞ ശേഷം നമുക്ക് രണ്ടാമതൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BTV ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ദിലീപ് PG, ക്യാമറാമാൻ രാജേഷ് ഓട്ടമല. താങ്ക് യു.